വി ഡി സതീശന്റെ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇല്ല, സാധ്യതയില്ല. വി ഡി സതീശന് മുഖ്യമന്ത്രിയാവാനുള്ള ആംബിയർ ഉണ്ടോ? അല്ല, യോഗ്യതയില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയുന്നത്? വിവരമില്ല, അത് തന്നെ. ഈ പറവൂർ മണ്ഡലത്തിലെ വോട്ടർ എന്നുള്ള നിലയിൽ ഈ ചേട്ടൻ ഇത്രയും പറയണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു വികസനം 25 വർഷമായിട്ട് പുള്ളി നടത്തിയിട്ടില്ല. ഇവിടെ പഴയ ഈ മണ്ഡലം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് മണ്ഡലത്തിൻ്റെ കുറേ റോഡുകളാണ് നയിക്കുന്നുണ്ടല്ലാണ്ട് ഒരു വികസനം ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ പഴയ ഈ റോഡിൽ തന്നെ ഞാനിവിടെ 32 വർഷം കണ്ടുപിടിക്കുന്നു. ഇവിടെ ഇത് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തല്ലാണ്ട് ഇതിന് ഒരു ഇത് കിട്ടാനോ അല്ലെങ്കിൽ അപ്പുറത്ത് വേറൊരു ബൈപ്പാസ് പണിയാനോ ഒന്നും പുള്ളിയിലേക്കൊന്നും നടക്കില്ല. പുള്ളി വേറെ പല കാര്യങ്ങളും നടക്കണ്ടാവും, അല്ലാണ്ട് ഇവിടെ ഒന്നും നടക്കണില്ല. ഇനിയിപ്പോൾ സ്വന്തം മണ്ഡലം നന്നാക്കാത്ത ഒരാള് കേരള സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒന്നും നടക്കില്ല. അത് തന്നെ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. പുള്ളിയുടെ സ്വാർത്ഥ താല്പര്യമുള്ളൂ. പുള്ളിയും പുള്ളിയുടെ കുറേ അനുയായികളുണ്ട്, അവരെ നന്നാക്കാത്രേ ഉള്ളൂ. പക്ഷേ പറവൂർ മണ്ഡലത്തിൽ പുള്ളിക്കെതിരെ ആര് നിന്നാലും ജയിക്കില്ല എന്നുള്ളൊരു സാഹചര്യമല്ലേ? അത് വേറെ കാര്യം. ഇപ്പോൾ BJP ആയിട്ട് പുള്ളി ഭയങ്കര അലയൻസാണ്. പുള്ളി BJPയുടെ മെയിൻ ആളാണ്. പുള്ളി ഇവിടെ ഒരു താമര ചിഹ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ BJP അവർക്ക് വോട്ട് ചെയ്യും. അല്ലാണ്ട് ഇവിടെ BDJS വൺകലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നേരെ VD സതീശ് നിൽക്കും. ഈ VD സതീശന് BJP ആയിട്ട് ഭയങ്കര അടുപ്പൊന്ന് പറയാൻ കാരണം എന്താ? അത് നേരെ എടുക്കണമെന്നല്ലേ. നമ്മൾ ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കണ ഇത് ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അറിയാലോ. പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താ സംഭവിച്ച? പറവൂർ എന്താ സംഭവിച്ചാൽ BJP ആയിട്ട് അലയൻസ് എല്ലാ കാലത്തും ഇവിടെ BJP ആയിട്ട് അലയൻസ് ആയിട്ടാണ് എല്ലായിടത്തും അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും ഈ തവണ BJPക്ക് ഇല്ല. കംപ്ലീറ്റ് അവർക്ക് അങ്ങോട്ട് മറിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തിയാണ്. അപ്പോൾ VD സതീശൻ പറയുന്നത് CPM-കാരാണ് BJP ആയിട്ട് അലയൻസ് ആയിരിക്കണം, പിണറായി വിജയനാണെന്നൊക്കെയാണ്. പക്ഷെ ശരിക്കും VD സതീശനാണോ അപ്പോൾ BJP ആയിട്ട് ടൈപ്പ്? അത് നമുക്ക് സാമാന്യം നമ്മൾ ചോറിന് ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും.